The Real FM 103.6. ശ്രദ്ധ. വേനൽ കടുത്തതോടെ പകൽ സമയത്ത് കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിൽ സ്ഥാപിച്ച അൾട്രാ വയലറ്റ് മീറ്ററുകളിൽ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് വികിരണത്തിൻ്റെ തോതിലും ഈയിടെയായി വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഈയിടെ പ്രസിദ്ധീകരിച്ച വികിരണ തോത് മൂന്നാറും കൊട്ടാരക്കരയിലും 8 വരെ രേഖപ്പെടുത്തുകയുണ്ടായി. ഇത് 11 മുകളിൽ വരുന്ന സ്ഥിതിയെത്തിയാൽ ഗുരുതര സാഹചര്യമാണ് ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത്. ഓസോൺ പാളിയുടെ ശോഷണമാണ് ഇത്തരം വികിരണങ്ങൾ ഭൂമിയിലേക്ക് കൂടുതലായി എത്താൻ കാരണം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് സയൻസ് പ്രൊഫസർ ഡോക്ടർ വി മധു. സോളാർ റേഡിയേഷൻസിന്റെ റേഞ്ച് ഓഫ് വേവ് ലെങ്ത് 100 നാനോമീറ്റർ ടു 400 നാനോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത് റേഞ്ചിനെയാണ് നമ്മൾ യു വി റേഡിയേഷൻ എന്ന് പറഞ്ഞത്. അതിൽ യു വി എ, ബി, സി കാറ്റഗറി ഉണ്ട്. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാറ്റഗറിയാണ് യു വി സി. അത് വേവ് ലെങ്ത് കുറവായിരിക്കും. വേവ് ലെങ്ത് കുറയുമ്പോൾ എനർജി കൂടും. പിന്നുള്ളത് യു വി ബി ആണ്. അത് കുറച്ചുകൂടെ എനർജി കുറവാണ്, വേവ് ലെങ്ത് കൂടുതലാണ്. പിന്നെ യു വി എ ആണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. അതിന്റെ എനർജി ഏറ്റവും കുറവായിരിക്കും. അന്നേരം യു വി എ എന്ന് പറയുന്ന റേഡിയേഷൻസിനെ ഓസോൺ ലെയർ പെർമിറ്റ് ചെയ്യും. ഈ ഓസോൺ ലെയർ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു 23 കിലോമീറ്റർ റേഞ്ചിലാണ് ഇത് കാണപ്പെടുന്നത്. ഓസോൺ പാളികൾ എന്നറിയപ്പെടുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ കാണും, ട്രോപ്പോസ്ഫിയറിലും കാണും ഓസോൺ. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന ഓസോണിനെ നമ്മൾ ഗുഡ് ഓസോൺ എന്ന് പറയും. കാര്യം ഈ യു വി റേഡിയേഷൻ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ വന്നു കഴിയുമ്പോൾ അത് പൊല്യൂഷനായിട്ട് മാറും. അത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് ചിലപ്പോൾ അഫക്ട് ചെയ്യും. ഇപ്പോൾ ഈ ഓസോൺ ലെയർ പാളി ശോഷണം മൂലം ആണ് ഈ ഹാംഫുൾ ആയിട്ടുള്ള യു വി ബി എർത്തിന്റെ സർഫസിലേക്ക് വരുന്നത്. ഈ യു വി ബി എന്ന് പറഞ്ഞാൽ 10% വരുന്നുള്ളൂ. യു വി സി ടോട്ടലി ഡേഞ്ചറസ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രാറ്റോസ്ഫിയറിൽ തന്നെ അബ്സോർവ് ചെയ്തിരിക്കും. എന്നാൽ ഈ 10% വരുന്ന യു വി ബി ആണ് നമുക്ക് സൺബേൺ ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻ ഭൂമിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഓസോൺ പാളികൾ ശോഷിക്കുന്നു എന്നുള്ളതാണ് ആ സീസണിൽ. ഓസോൺ ഹോളിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അന്റാർട്ടിക് ഓസോൺ ഹോൾ. ഈ ഓസോൺ ഹോൾ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സീസണൽ ഫിനോമിനയാണ്. ഈ ഓസോൺ പാളി നമ്മൾ മെഷർ ചെയ്യുന്നത് ഡോപ്സൺ യൂണിറ്റിലാണ്. അതായത് പോളിൽ ഒരു 500 ഡോപ്സൺ യൂണിറ്റ് ഉള്ളത് ചിലപ്പോൾ സ്പ്രിംഗ് സീസൺ ആകുമ്പോഴത്തേന് അത് റെഡ്യൂസ് ചെയ്തൊരു 200 ഡോപ്സൺ യൂണിറ്റിലേക്കൊക്കെ എത്തും. പക്ഷേ അത് അടുത്ത സീസൺ ആകുമ്പോൾ അത് വീണ്ടും ആ ലെവലിലേക്ക് എത്തും. ആ ഫിനോമിനയാണ് നമ്മൾ ഓസോൺ ഹോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് വരുന്ന യു വി ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് കണ്ടുവരാനുണ്ടാക്കും. സ്കിൻ ക്യാൻസേഴ്സ് വരെ പോസിബിൾ ആണ്. സൺബേൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഓസോൺ പാളിയുടെ ശോഷണം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഈ ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷനെ എർത്തിലേക്ക് പെർമിറ്റ് ചെയ്യുന്നത് സർഫസ്. നമ്മൾ ട്രോപ്പിക്കൽ കൺട്രി ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രീം വെതർ നമ്മൾ അനുഭവപ്പെടാറില്ല. നമുക്കൊരു മോഡറേറ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ സമീപകാലങ്ങളിലാണ് അതികഠിനമായ ചൂടും അതികഠിനമായ റെയിൻഫോളും ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത്. ഈ വിദേശ രാജ്യങ്ങളൊക്കെ യു വി ഫോർകാസ്റ്റ് കൊടുക്കും. നമുക്ക് തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു സെല്ലുണ്ട്. അവരിപ്പം ദേ ഹാവ് ഓൾസോ സ്റ്റാർട്ടഡ് ദി യു വി സ്റ്റാറ്റസ് കൊടുക്കാറുണ്ട്. കാര്യം നമുക്ക് ഇഷ്ടംപോലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് ഉണ്ട്. ആ കൂടെ തന്നെ യു വി സെൻസേഴ്സും വെച്ചിട്ടുണ്ട്. ആഗോളതാപനം ഉൾപ്പെടെയുള്ള പല പ്രതിഭാസവും താപവർദ്ധനവിന് ഇടയാക്കുന്നു. കുസാറ്റ് സയന്റിസ്റ്റ് ഡോക്ടർ അജിൽ കോട്ടയിൽ. സാധാരണയായി ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഒക്കെ ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് നോക്കിക്കഴിഞ്ഞ ഒരു കൂൾ കാലാവസ്ഥ നമുക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായിട്ട് അധികമായിട്ടുള്ള ചൂട് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഗ്ലോബൽ വാർമിംഗ് തന്നെയാണ്. ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനത്തിലുണ്ടാകുന്ന വർധനവ് എല്ലാ റീജിയനുകളിലും നമുക്ക് അതിൽ പ്രതിഫലിക്കപ്പെടും. തീർച്ചയായിട്ടും അതൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസിൽ ഒരു മാർക്കിൽ നിർത്തുക, അതായത് നമ്മുടെ 1890-കളെ അപേക്ഷിച്ച് ഉള്ള ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഒരു 1 ഡിഗ്രി സെൽഷ്യസിൽ കൂടാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാ ശ്രമങ്ങളും. അതിലേക്കായിരുന്നു. പക്ഷേ ഇപ്പം തന്നെ നമുക്കറിയാം നമ്മൾ ഏകദേശം 1.5 ഡിഗ്രി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കിനി പ്രവചിക്കാൻ പറ്റാത്ത മാറ്റങ്ങളായിരിക്കും നമുക്ക് റീജിയണൽ സ്കെയിലാണെങ്കിലും ഗ്ലോബൽ സ്കെയിലാണെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ സൂര്യൻ ദക്ഷിണ ധ്രുവത്തിലാണ്. ഉത്തര ധ്രുവത്തിലേക്കുള്ള ട്രാൻസിഷൻ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത ആഴ്ചകളായിട്ട് അത് നടക്കും. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ചൂട് അനുഭവപ്പെടും. പക്ഷേ അതിനർത്ഥം ചൂട് വളരെ കണ്ടിന്യൂസ് ആയിട്ട് കൂടണം എന്ന് അതിനർത്ഥമില്ല. ചൂട് എന്താണേലും വളരെയധികം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് മഴ ലഭിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാവാം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വരും കാലങ്ങളിലും ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. പക്ഷേ ഗ്ലോബൽ വാർമിംഗ് ആണ് അതിന് പ്രധാന കാരണം എന്ന് പറയപ്പെടുമ്പം പോലും കഴിഞ്ഞ 10 കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ കൊല്ലം
വളരെയധികം ചൂട് കൂടിയിട്ടുണ്ട്. ഗ്ലോബൽ വാർമിംഗ് ആണെന്ന് പറയുമ്പോൾ തന്നെ വേറെ പല കാരണങ്ങളും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഭൂവിനിയോഗത്തിലുള്ള മാറ്റങ്ങൾ, അർബണൈസേഷൻ, അങ്ങനെ പല കാരണങ്ങളും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഈ ഒരു അൾട്രാ വയലറ്റ് രശ്മിയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, അൾട്രാ വയലറ്റ് രശ്മി പണ്ടും സൂര്യനിൽ നിന്ന് നമുക്ക് ഭൂമിയിലേക്ക് വരുന്ന ഒരു തരംഗമാണ്. പക്ഷേ ഇന്ന് നമുക്കത് കൂടുതൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇപ്പോൾ നമുക്ക് അൾട്രാവയലറ്റ് രശ്മിയുടെ തോത് നമുക്ക് അളക്കാനുള്ള ഉപകരണങ്ങളുണ്ട്, ടെക്നോളജി വന്നതോടുകൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ക്വാണ്ടിഫൈ ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ ചൂട് കൂടുക എന്നുള്ളൊരവസ്ഥ ഒരു സത്യമായി മാറിയിരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ അതിനോട് പൊരുത്തപ്പെടുക, അതിൻ്റെ ആഘാതം എത്ര കുറയ്ക്കാം എന്ന് നോക്കുക. കഠിനമായ സൂര്യതാപം ഏൽക്കുന്നത് പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾക്കും കാരണമാകും. ഇതിനുള്ള മുൻകരുതലുകളെക്കുറിച്ച് ചർമ്മരോഗ വിദഗ്ധൻ ഡോക്ടർ എസ്.വി. രാകേഷ് സംസാരിക്കുന്നു. വേനൽക്കാല ദിവസങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് 4 വിധത്തിൽ തിരിക്കാം. ഒന്ന് വേർപ്പായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ചൂടുകുരുവാണ്. പ്രത്യേകിച്ച് എണ്ണയൊക്കെ തേച്ച് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ചൂടുകുരു വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത് ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻസ് കാര്യമായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം, റിംഗ്വോം ഇൻഫെക്ഷന്മാര് വരാം. പിന്നെ മടക്കുകൾക്ക് നനവ് തട്ടി വന്നിട്ട് സ്ത്രീകളിൽ പ്രത്യേകിച്ച് കാൻഡിഡ ഇൻഫെക്ഷൻസ് നമ്മൾ ധാരാളം കാണാറുണ്ട്. പിന്നെ വെള്ളച്ചുണങ്ങ് ആയിട്ട് അതും വേർപ്പ് കൂടുതൽ കൊണ്ട് വരുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ്. പിന്നെ നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് കൂടുതലും കാണുന്നത്. അത് കുട്ടികളിലാണ് കൂടുതലും കാണുന്നത്. പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ്, എല്ലാ വൈറൽ ഇൻഫെക്ഷൻസും, ചിക്കൻ ബോക്സും മൊളസ്കം, പാലുണ്ണി എന്നൊക്കെ പറയുന്നത് ഈ വേനൽക്കാലത്ത് കുറച്ച് അധികമായിട്ട് കാണാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഈ കടുത്ത വെയിലിൽ അധികമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ സൺ അലർജീസും പിന്നെ സൺബേണും. സൺബേൺ എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാർക്ക് വരുന്നതാണ്. പൊള്ളലുമാര് വരുന്നത്, സ്കിന്ന് ചുവന്ന് തടിച്ചു വരിക, വേദന അനുഭവിക്കുക, ഇതൊക്കെയാണ് സൺ ബേൺ എന്ന് പറയുക. സൺ അലർജീസ് എന്ന് പറഞ്ഞാൽ വിട്ടുവിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാർക്കും സൺ അലർജി വരും. പിന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കൂടുതലും ബോധേഡ് ആയിട്ടുള്ള ആൾക്കാർ ടാനിങ്, കരിവാള് പഠിക്കുക, ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ വേനൽക്കാലത്ത് കാണുന്ന പ്രശ്നങ്ങൾ. പിന്നെ കടുത്ത വെയിലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങളും, വെള്ളം കുറഞ്ഞു വരിക, പ്രത്യേകിച്ച് വെള്ളം അധികം കുടിക്കുന്നില്ലെങ്കിൽ, ഇതൊക്കെ ഡീഹൈഡ്രേഷൻ വളരെയധികം കൂട്ടും. ഇതിന് പ്രതിവിധികളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാനാണ്. ധാരാളം വെള്ളം കുടിക്കുക. ഓരോ ആൾക്കാരുടെ അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടാണ് ശരിക്കും വെള്ളം കുടിക്കേണ്ടത്. ശരാശരി പുരുഷന്മാരാണെങ്കിൽ മിനിമം നമ്മൾ ഒരു 3 to 4 ലിറ്റേഴ്സ് എങ്കിലും കുടിക്കണം. ലേഡീസ് അറ്റ്ലീസ്റ്റ് ഒരു 3 ലിറ്റേഴ്സ് എങ്കിലും വെള്ളം കുടിക്കണം. അത് അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് അത് കൂട്ടണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മധുരപാനീയങ്ങൾ പരമാവധി ഒഴിവാക്കണം. കാരണം മധുരപാനീയങ്ങൾ കൂടുതലും ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഡ്രസ്സ് ശ്രദ്ധിക്കുക. നല്ല വെയിൽ കൊള്ളുകയാണെങ്കിൽ തൊപ്പി ഉപയോഗിക്കുക, കുട ഉപയോഗിക്കുക. പിന്നെ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക, ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക. പിന്നെ പരമാവധി കൂളായിട്ടുള്ള എൻവയറമെന്റ് നിൽക്കാൻ നോക്കുക. എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരില്ല, പക്ഷെ എന്നാലും പരമാവധി കൂളായിട്ടുള്ള എൻവയറമെന്റിൽ നിൽക്കുക. പ്രത്യേകിച്ച് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി തൊട്ട് 4 മണി വരെയാണ് ഈ സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി ഏറ്റവും ഹൈ. അവോയ്ഡബിൾ ആണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത് നമ്മൾ സൺ അലർജീസും സൺബേണും ടാനിങ് ഒക്കെ തടയാൻ നമുക്ക് ധാരാളം സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളൊരു ത്വക്ക് രോഗ വിദഗ്ധരിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള സൺസ്ക്രീൻസ് പറഞ്ഞുതരും. ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ജെൽ ബേസ്ഡ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ നോക്കുക. മറ്റുള്ള സൺസ്ക്രീൻസ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ചിലപ്പോൾ മോക്കുരുവൊക്കെ ധാരാളം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ജെൽ ബേസ്ഡ് സൺസ്ക്രീൻസ് ആണ് ഓയിലി സ്കിൻ ആൾക്കാർക്ക് നമ്മൾ പ്രിവെന്റ് ചെയ്യുക. കുട്ടികൾക്ക് ഫിസിക്കൽ സൺസ്ക്രീൻസ് അല്ലെങ്കിൽ സൺലൈറ്റ് ബ്ലോക്കേഴ്സ്, സിങ്ക് ഓക്സൈഡ് മാതിരിയുള്ള സൺസ്ക്രീൻസ് ആണ് നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യുക. ആവറേജ് ഒരു ഇന്ത്യൻ സ്കിന്നിന് SPF 30 എബോവ് ഉള്ള സൺസ്ക്രീൻസ് ആഡിക്വേറ്റ് ആണ് അധികം ആൾക്കാർക്ക്. കനത്ത വേനലിന്റെ സാഹചര്യത്തിൽ തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ സമയത്തിൽ ചില ക്രമീകരണങ്ങൾ സംസ്ഥാന തൊഴിൽ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ ലേബർ എൻഫോഴ്സ്മെന്റ് ഓഫീസർ വി. സബിഷ 1/2/25 പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഫെബ്രുവരി 1 മുതൽക്ക് മെയ് 10 വരെ വെയിലത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരിച്ചുകൊണ്ട് ഒരു ഉത്തരവാണ്. അത് 12 മുതൽക്ക് 3 മണി വരെ വിശ്രമമായിരിക്കും. അങ്ങനെയാണ് ഉത്തരവ് പ്രകാരം. ജോലി സമയം രാവിലെ 7 മുതൽക്ക് വൈകുന്നേരം 7 വരെയുള്ള സമയത്തിൽ 8 മണിക്കൂറായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതിൽ 2 ഷിഫ്റ്റാണ്. ആദ്യത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന രീതിയിലും പിന്നെ രണ്ടാമത് ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽക്ക് ബാക്കിയുള്ള ഷിഫ്റ്റ്, അങ്ങനെ 8 മണിക്കൂർ നിജപ്പെടുത്തിയിട്ടാണ്. ഇത് കൺസ്ട്രക്ഷൻ സൈറ്റില്, പിന്നെ പ്ലാന്റേഷനില്, റോഡ് കൺസ്ട്രക്ഷൻ, ഇവിടെയൊക്കെ വെയിലത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികളെയാണ് പ്രത്യേകിച്ച് ഈ ഉത്തരവ് പ്രകാരം സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതേ ഓർഡർ പ്രകാരം തന്നെ ജില്ലാ ലേബർ ഓഫീസറിനെയും ഡെപ്യൂട്ടി ലേബർ ഓഫീസറിനെയും ഏലോ ഗ്രേഡ് 1ഉം 3 ടീമുകളായിട്ട് തരംതിരിച്ചിട്ട് അവര് ഡെയിലി ഇൻസ്പെക്ഷന് പോകുന്നുണ്ട്. അങ്ങനെ ഒരു 8-10 സൈറ്റോളം ഓരോ ദിവസം കവർ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം നടത്തുന്ന ഇൻസ്പെക്ഷന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ MLAക്ക് അറിയിക്കുന്നുണ്ട്. ആളുകൾക്ക് ഇങ്ങനെ പോയിട്ട് ഈ ഓർഡറും ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. വലിയ വലിയ കൺസ്ട്രക്ഷൻ സൈറ്റിനൊക്കെ, നിലവിലെ കൺസ്ട്രക്ഷൻ നടത്തുന്ന സൈറ്റുകളിലൊക്കെ ഞങ്ങൾ ഈ ഓർഡർ അയച്ചു കൊടുക്കുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക്. അതല്ലാത്ത സൈറ്റുകളിൽ അവിടെ പോയിട്ട്
അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. രാവിലെ 8 മണിയാവുമ്പോഴേക്കും വെയിലിന് ചൂട് കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മഴക്കാലമാവാൻ ഇനിയും 2 മാസത്തിലേറെയുണ്ട്. അത്രയും ദിവസം പുറത്തിറങ്ങാതെ ഇരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് മുൻകരുതൽ കൈക്കൊള്ളുക എന്നതാണ് ഏക പോംവഴി. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.